ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ മലയാളി എന്നുള്ളതായിരിക്കുന്ന യൂട്യൂബ് ചാനൽ കൂടെ മിസ്റ്റർ സാജൻ സ്കറിയ, അദ്ദേഹം ധാരാളം വീഡിയോസ് ചെയ്യുന്നുണ്ട്, പഠനങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം 25 മിനിറ്റ് 35 സെക്കൻഡ് ഉള്ളതായിരിക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോകാവസാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ നോസ്ട്രഡാംസ് ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയിരുന്ന ലോകത്തിന് സംഭവിക്കുവാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഈ നോസ്ട്രഡാം ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പ്രവചിച്ചിരുന്നു എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 2600-3000 വർഷങ്ങൾക്ക് മുമ്പ് ലോക രാഷ്ട്രീയ മണ്ഡലം എങ്ങനെയായിരിക്കും, ഇസ്രയേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പേജുകളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുടെ ചില സംശയങ്ങൾ ആവർത്തിച്ച് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില സംശയങ്ങൾ, ഈ കനാനിൽ താമസിച്ചുകൊണ്ടിരുന്ന കനാനിലെ ദൈവം അവരുടെ പാപനിമിത്തം ശിക്ഷിച്ചെന്ന് ഇതിനു മുമ്പ് സാറ് പറയുകയുണ്ടായി. എന്നാൽ ഈ ഇസ്രയേലിനും കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, പാപമുണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അവരെ എന്തുകൊണ്ടാണ് അങ്ങനെ കൊന്നുകളയാത്തത്? അവരെ, അതായത് കനാനിനെ നശിപ്പിച്ചതുപോലെ ഈ ഇസ്രായേലിനെയും കൂടെ അങ്ങ് നശിപ്പിച്ച് കളയുന്നതല്ലേ നീതി? അങ്ങനെ ഒരു സംശയം. ഓക്കെ, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ പാപത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വളരെ വ്യക്തമായി ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരാഴ്ചവട്ടത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അതിൻ്റെ പഠനത്തിന് വേണ്ടി ഞാൻ പോവുകയല്ല. എന്നാൽ അവിടെ 24-ാം വാക്യത്തിൽ ദാനിയേലിനോട് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദാനിയേൽ 9:24, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിട്ട് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇവിടെ 6 കൂട്ടം കാര്യങ്ങൾ പറയുന്നതിൽ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുക, പുട്ട് ആൻ എൻഡ് ടു സിൻ എന്ന ഇംഗ്ലീഷിൽ. അപ്പോൾ യഹൂദൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ, അവരുടെ അതിക്രമങ്ങളെ തടസ്സം ചെയ്യാൻ, അകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ ദൈവം ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പഠനത്തിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു 483 വർഷത്തിൻ്റെ ഒരു കണക്കാണ്. ഈ 490 വർഷം കണക്കാണ്. ഈ 490 വർഷത്തിൽ 483 വർഷം നടന്നു കഴിഞ്ഞു. 483 വർഷമാകുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞു. കൃത്യമായി യേശുക്രിസ്തു ഛേദിക്കപ്പെടുന്നത് ആ സമയം കഴിയുമ്പോഴാണ്. അഭിഷേകം ഛേദിക്കപ്പെടുമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമരണമാണോ? ക്രൂശുമരണമാണ്. അവൻ ആരുമില്ലെന്ന് വരും. അത് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ സംഭവിച്ചു. എന്നാൽ ഇനിയും ഒരു ആഴ്ചവട്ടം കൂടെ ഉണ്ട്, 21-ാം വാക്യം. അത് അഭിഷിക്തനായ പ്രഭുവല്ല, ഒരു പ്രഭുവാണ്. അതായത് എതിർ ക്രിസ്തു ഒരു ആഴ്ചവട്ടം 7 വർഷത്തേക്ക് ഒരു നിയമമുണ്ടാക്കും. ആ 7 വർഷമാണ് മഹോപദ്രവ കാലഘട്ടം. നമ്മൾ യെരമ്യാ പ്രവചനം ഒന്ന് എടുത്താട്ടെ, 30-ാം അധ്യായം. അതായത് യഹൂദനുണ്ടാകുന്ന ഒരു കഷ്ടാനുഭവ കാലം അല്ലേ? 30-ാം അധ്യായത്തിൻ്റെ 3 തൊട്ടുള്ള വാക്യം ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ഇസ്രയേലും യഹൂദമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും. എ ടൈം വിൽ കം. അവരെ മടക്കി കൊണ്ടുവരുന്ന സമയമായി പറയുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന പറയുന്നത്, ദൈവം ചോദിക്കുകയാണ്, പുരുഷൻ പ്രസവിക്കാറുണ്ടോ? പിന്നെന്താ ഓരോ പുരുഷനും നോവ് കിട്ടിയ സ്ത്രീ പോലെ എളിക്ക് കൈ കൊടുത്ത് നിൽക്കുന്നത്? അതിൻ്റെ 6-ാം വാക്യം കണ്ടില്ലേ? 30-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. 30-ന്റെ 6-ാം വാക്യത്തിൽ പുരുഷൻ പ്രസവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിരളിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിൻ്റെ കഷ്ടകാലം, എങ്കിലും അവൻ അതിൽ നിന്നും രക്ഷിക്കപ്പെടും. കണ്ടോ, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ മടങ്ങി വരുന്ന കാര്യമാണ് 3-ാം വാക്യത്തിൽ. അതെ, ഇപ്പം ഇസ്രയേൽ മടങ്ങി വന്നു. ഇനിയും നടക്കേണ്ട കാര്യമാണ്. യാക്കോബിന് ഒരു കഷ്ടകാലം. ആ കഷ്ടകാലത്തിൽ സംഭവിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. പുരുഷൻ പ്രസവിക്കാറുണ്ടോ?
പിന്നെ എന്തിനാ ഓരോ പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ എളിക്ക് കൈ കൊടുത്ത് നിൽക്കുന്നത്? പ്രസവവേദന വലിയ വേദനയാണ്. ആ ദൈവം തന്നെ പറഞ്ഞു, നീ സ്ത്രീയോട് പറഞ്ഞു വേദനയോടെ മക്കളെ പ്രസവിക്കും. ആ പ്രസവവേദന പോലെ പുരുഷന്മാരെ ഉറക്കെ കരയുന്ന ഒരു നാളാണെന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു കഷ്ടകാലം അതിനി വരാനിരിക്കുകയാണ്. അത് യാക്കോബിന്റെ കഷ്ടകാലം, ഇസ്രായേലിന്റെ കഷ്ടകാലം. എന്തിനാ കഷ്ടകാലം വരുന്നത്? എന്നോട് ചോദിച്ചു. അവരുടെ കനാന്യർക്ക് ശിക്ഷ കൊടുത്ത പോലെ. ആവർത്തനം 4-ാം അധ്യായം നോക്കിക്കാട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നോക്കിക്കാട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഓക്കെ, അവിടെ വായിക്കുന്നത്, നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ. ആരുടെ മേൽ? ഈ യഹൂദന്റെ മേൽ. യഹൂദനെ കുറിച്ചാണ് പറയുന്നത്. അതെ. ഇവയൊക്കെ നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്ക് അനുസരിക്കും. വളരെ വ്യക്തമായി ഭാവി കാലം എന്നുള്ളത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തുന്നത് ഇൻ ദ ലേറ്റർ ഡേയ്സ്. ലേറ്റർ ഡേയ്സ് നീ ക്ലേശത്തിലാകുക. വെൻ യു ആർ ഇൻ ദ ട്രിബുലേഷൻ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ആ വാക്കിന്റെ അർത്ഥം ഹീബ്രു ലാംഗ്വേജിൽ വെൻ യു ആർ ഇൻ ട്രിബുലേഷൻ ആൻഡ് ഇൻ ദ ലേറ്റർ ഡേയ്സ്, നീ ഈ കഷ്ടങ്ങളൊക്കെ നിന്റെ മേൽ വരുമ്പോൾ നീ യഹോവയിലേക്ക് തിരിയും. അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പക്ഷേ ആ സന്ദർഭത്തിൽ നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം തുടങ്ങി 19-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗം വരെ വായിക്കുമ്പോൾ അത്രയും ദീർഘമായ കാലഘട്ടം എന്ത് സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. മനുഷ്യൻ മരണം കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ഭയാനകമായ വിപത്തുകൾ അവർക്ക് സംഭവിക്കും. ദൈവം തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കും. പക്ഷേ ആ ശിക്ഷയിലൂടെ അവരെ ശുദ്ധീകരിച്ച് ദൈവം എടുക്കും. 3-ൽ 2 മരിച്ചു പോകും, 3-ൽ 1 ശേഷിക്കും. അവരെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ജനമായിട്ട് അവരെ എടുക്കും. തീർച്ചയായിട്ടും ഈ പറയുന്ന വെളിപ്പാട് പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഒരു പഠനം ചോദ്യോത്തര രൂപത്തിൽ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ യൂട്യൂബിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിസിറ്റ് പീസ് മിനിസ്ട്രി ചാനൽ. 10,000-കണക്കിന് ആൾക്കാരത് പഠിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വിശദമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഈ കനാന്യരെ ശിക്ഷിച്ചതുപോലെ ദൈവം ഇവരെ ശിക്ഷിക്കും. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ആ വെളിപാട് പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, യഹൂദൻ്റെ ഇടയിലെ ദൈവം ഈ കനാന്യരുടെ പാപം ഇന്നും അവിടെ ഉണ്ട്. വേണേ ഒന്ന് എടുത്തോ. കനാന്യർ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. ഇല്ല, അവരുടെ പാപം എന്തായിരുന്നു? കണ്ട് ലൈംഗിക പാപമായിരുന്നു. സോദോം ഗോമറ നമ്മൾ കണ്ടു, അടുക്കൊണ്ട് വെച്ചിരിക്കുന്ന സെക്ഷൽ സിൻ ആയിരുന്നു. ഈ വെളിപാട് പുസ്തകം 11-ാം അധ്യായം നോക്കിയാട്ടെ, ബൈബിളിലെ അവസാന പുസ്തകം അതിന്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. യെരുശലേമിനെ കുറിച്ച് പറയുന്ന വാക്കാണ് 11-ന്റെ 8-ാം വാക്യം. അതായത് 2 പ്രവാചകന്മാരുടെ ശരീരം ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ യെരുശലേമിന്റെ തെരുവിൽ കിടക്കും, അവരെ കൊന്ന്. അപ്പോൾ ദൈവം ആ സ്ഥലത്തിനൊരു പേര് പറഞ്ഞിട്ടുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും, ഇതാ സാറ് മുമ്പേ പറഞ്ഞത്, യഹൂദന് വേണ്ടി മശിഹ മരിച്ചതല്ലേ? അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് ക്രൂശിക്കപ്പെട്ട നമുക്കറിയാം മോറിയ മലയിൽ യെരുശലേമിൻ്റെ അവിടെ ആ പ്രദേശത്താണ്. കാൽവറി മലയിൽ മരിച്ചു. എന്നാൽ ഇവിടെ ആ സ്ഥലത്തിനൊരു പേര് കൊടുത്തു, സോദോം എന്നും മിസ്രയീം എന്നും. സോദോം എന്നുള്ളത് ലൈംഗിക പാപമാണ്, മിസ്രയീം എന്നുള്ളത് ലോകമയത്വത്തിൻ്റെ ചിത്രമാണ്. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളിനെസ് ആൻഡ് സോഡോം ഈസ് ഹോമോസെക്ഷുവാലിറ്റി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണോ എന്നൊന്ന് അന്വേഷിക്കണം. ലോകത്തിലെ ഹോമോസെക്ഷൽസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെലവീവാണ്. ഇസ്രായേലിലെ ടെലവീവ്. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെലവീവാണ് വേൾഡ് ഹോമോസെക്ഷൽസിന്റെ ഗേ പീപ്പിളിന്റെ ക്യാപിറ്റൽ. അത്രയധികം അവിടെ അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഈ വാട്സപ്പ് ഒക്കെ എടുത്താൽ നിറച്ചു നിൽക്കുകയാണ് ലെസ്ബിയൻ ലവ്, ഈ ഗേ പീപ്പിളിൻ്റെ ലവ്. ഇത് യാതൊരു മടിയും ഒരു ലജ്ജയും ഇല്ലാതെ
സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടുമുള്ള പാപം ഇത് കാണിക്കുന്നു എന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിലും നിയമം കൊണ്ട്, അതായത് ലോ കൊണ്ട് അനുവാദം കൊടുത്തിരിക്കുക. ചില പള്ളികളിൽ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അതെ അതെ അതെ, വാർത്തകൾ വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, മനുഷ്യപുത്രന്റെ വരവിൽ നോഹയുടെ കാലം പോലെ ലോത്തിന്റെ കാലം പോലെ ആകും. പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ലോത്തിന്റെ കാലം പോലെയുള്ള കാലഘട്ടം. തീർച്ചയായിട്ടും അതെ. മനസ്സിലായോ? ഈ യെരുശലേമിലൊക്കെ, ഈ ഇസ്രയേലിലൊക്കെ ഈ പാവങ്ങള് വളരെയധികം നമ്മൾ ഓർക്കണം. അവിടെ ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ദൈവം നശിപ്പിക്കുന്നത് ഈ പാവമാണ്. സോദോം ഗൊമോറ അത് അവരുടെ സ്ഥലത്ത് ഈ ചാവുകടൽ കിടക്കുക, എന്നിട്ട് അവരിപ്പോഴും പാപത്തിൽ ജീവിക്കും. ഈ പാപത്തിൽ മനുഷ്യൻ പഠിക്കില്ല. മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് പകരം ഈ പാപത്തിൽ ജഡിക ഉല്ലാസങ്ങളിൽ അവൻ മതിമറന്ന് ജീവിക്കുകയാണ്. ഒന്നാമത് ഇസ്രയേലിലെ സാമ്പത്തികമായ വലിയ ഉന്നമനത്തിലേക്ക് അവർ പോയി. പാശ്ചാത്യ രാജ്യങ്ങളെക്കാട്ടിൽ വലിയ ധനികരാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ ബസ്സിലൂടെ ടെലവീവിൻ്റെ പ്രദേശത്തൂടെ പോകുമ്പോൾ ഗൈഡിനോട് ചോദിച്ചു ടെലവീവിൻ്റെ ബീച്ചിനെ കുറിച്ച്. പറഞ്ഞു, സാറേ അവിടെ പോകണ്ട, അവിടെ വുമൺ ആർ ഓൾമോസ്റ്റ് ഹാഫ് നേക്കഡ്, അതായത് നഗ്ന ജനങ്ങളുടെ കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം. നമ്മൾ ഓർത്തതുപോലെ സോദോമിൻ്റെ പാപം ഇന്ന് എന്തിനു പറയുന്നു, വീടുകളിലിരുന്ന് ഈ വാട്സപ്പ് തുറന്നാൽ ഇത് കാണാം. എല്ലാം ലോകത്തിൽ ഇത് നിയമപരമായി അനുവദിച്ചു കൊടുക്കുന്നു, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു, ഇതിനകത്ത് അഭിമാനം കൊള്ളുന്നു. നമ്മുടെ ഹിന്ദി ടി വിയിലുള്ള ഈ പ്രോഗ്രാമിലൊക്കെയുള്ള ചില സ്ത്രീകൾ പരസ്യമായി ഇത് കാണിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇതിനകത്തൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ സോദോം ഗൊമോറയും ഈ ചാവുകടലൊക്കെ മനുഷ്യവർഗത്തോട് ദൈവം സംസാരിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ വരച്ചു തന്നിരിക്കുക. അപ്പം ആ സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചതിനേക്കാൾ ഭീകരമായ നശീകരണത്തിൻ്റെ ന്യായവിധിയുടെ നാളുകൾ വരാൻ പോവുക അല്ലേ? തീർച്ചയായിട്ടും വരാൻ. കാരണം ലോകം അതിനുവേണ്ടി ഒരുങ്ങുക. നമ്മൾ സാധാരണ ഓർത്തു പോകും, വിദ്യാഭ്യാസം കൂടി, സംസ്കാരം കൂടി, മനുഷ്യന് ഭയങ്കര അഭിവൃദ്ധി എല്ലാ മേഖലയിലും വന്നിരിക്കുക. ശരിയാ, ഒരു പരിധിവരെ അഭിവൃദ്ധി വന്നിരിക്കുക. 5-6 ഡിഗ്രിയൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻസ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ബിരുദമാണ്, ഭയങ്കര വിവരമാണ്. എന്നാൽ അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിതം മുൻപോട്ട് നയിക്കണം, ദൈവത്തെ അറിഞ്ഞ് സൃഷ്ടാവിനെ അറിഞ്ഞ് എങ്ങനെ ജീവിക്കണം, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എത്ര ദുഃഖകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ലോകം നീങ്ങുന്നത്. നമ്മുടെ ലോകം പറയുന്നത് ദൈവത്തെ വേണ്ട, ഞങ്ങൾക്കറിയാൻ ജീവിക്കാൻ. എന്നാൽ ദൈവം നമ്മോട് പറയുകയാണ്, അനുസരണം കെട്ട നിങ്ങളോട് എൻ്റെ സ്നേഹ സന്ദേശം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. കം അൺ ടു മീ ഓൾ ഈ ദാറ്റ് ലേബർ ആൻഡ് ഹെവി ലേഡൻ, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ആ സന്ദേശം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നതും ആ സന്ദേശത്തിന് യേശു പറയുന്നതും ഒരു വലിയ ഭാഗ്യമാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. വരുന്നു ദൈവത്തിൻ്റെ ന്യായവിധി, വരുന്നു ലോക പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ ആ ന്യായവിധിയുടെ കരങ്ങൾ. അത് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനും അവരുടെ പാപത്തിനും അവരുടെ തോന്നിവാസത്തിനും ശിക്ഷ വരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ ആദ്യമേ കണ്ടല്ലോ, ഈ കനാന്യരെ നീക്കിക്കളഞ്ഞു. ദൈവം പറഞ്ഞു 400 സംവത്സരം ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ പോകും. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പൊയ്ക്കോളാൻ പറഞ്ഞു. അവരെ 400 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിലാണ്. എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അതെ. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോന്യരുടെ പാപം, അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. എത്രാമത്തെ വാക്യം അത്? 15-16. 15-16 ഞാൻ നോക്കിയോട്ടെ. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. എവിടേക്ക് മടങ്ങി വരും? ഈ കനാനിൽ, ഈജിപ്തിൽ നിന്നും മടങ്ങി വരും. ഈജിപ്തിൽ നിന്നും കനാന്റെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് തിരിച്ചു വരും. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് ട്രാൻസ്ഗ്രഷൻ. അവരുടെ അമോര്യർ എന്ന് പറയുന്നത് ഇവര് പാർത്തിരുന്നവരാ. ഇസ്രായേൽ വരുന്നതിന് മുമ്പ് അവര് മഹാപാപികളായിരുന്നു. ആ പാപത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ചെന്നപ്പോൾ ആ ക്യാൻസർ പിടിച്ച കാല് മുറിക്കാൻ ഡോക്ടർ പറഞ്ഞ പോലെ ഇവരെ കൊല്ലാനായിട്ട് പറഞ്ഞു. ഓക്കെ. ദൈവം അത് ശിക്ഷാവിധിയായിരുന്നു, അത് ശിക്ഷയാണ്. ദൈവത്തെ മറന്ന് ആ കാലിനി റിപ്പയർ ചെയ്യാൻ ഒക്കില്ല എന്നതുപോലെ ഈ ജനത്തെ ഇനി നന്നാക്കാൻ ഒക്കില്ല എന്ന് ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ കനാന്യരെ ശിക്ഷിച്ചു മാറ്റി. ദൈവം മാറ്റാൻ പറഞ്ഞു.
അപ്പം ഇസ്രായേലിനും ആ ഭയങ്കരമായിരിക്കുന്ന അപകട വായ്പം വരാൻ പോകുന്നു. ഇസ്രായേലിന് മാത്രമല്ല, ഇസ്രായേലിനും അപകടം വരാൻ പോകുന്നു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ദൈവം ന്യായം വിധിക്കുന്ന ദൈവം. ദൈവം ന്യായം വിധിക്കും. ഓക്കെ. ദൈവം നീതിമാനും പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവരും അവൻ്റെ വിശുദ്ധനാണ്. അവനെ കാണുന്ന സറാഫുകളും ദൂതന്മാരൊക്കെ ആദ്യം പറയുന്നത് യഹോവ പരിശുദ്ധനെന്നാണ്. ആ ദൈവത്തോട് സംസർഗം വേണമെങ്കിൽ യോഹന്നാൻ രേഖപ്പെടുത്തി, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടാൻ വേണ്ടി. ഇരുട്ടും ദൈവമായിട്ടൊരു ബന്ധവുമില്ല. ഓക്കെ. അപ്പം പാപം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കാതെ എല്ലാവരും ചെയ്യുന്നു. സാധാരണ സംഭവമാണല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തുകൂടാ രാജ്യം അനുവദിച്ചിട്ടുണ്ടല്ലോ. മോശ, ഞാനെപ്പോഴും മോശയെ ഓർക്കും. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ. അവിടെ ഇംഗ്ലീഷിൽ ബൈബിളിൽ വായിച്ചാൽ ടെമ്പററി പ്ലഷേഴ്സ് ഓഫ് സിൻ. ഞങ്ങളെ കേൾക്കുന്നവരോട് ഒരു സത്യം പറയാം, പാപത്തിന് പ്ലഷറുണ്ട്, പക്ഷേ ടെമ്പററിയാ അല്ലേ? ടെമ്പററിയാ. പ്ലഷർ ഇല്ലെങ്കിൽ പാപത്തിൻ്റെ പുറകെ മനുഷ്യൻ പോവുകയില്ല. ബട്ട് ദിസ് ഇസ് ടെമ്പററി. അത് പിന്നീട് പാമ്പ് പോലെ തിരിഞ്ഞു കൊത്തും. അത് താൽക്കാലികമാണ്. പക്ഷേ ഇറ്റേണൽ പ്ലഷർ കിട്ടാൻ അത് ദൈവസന്നിൽ വരണം, കർത്താവിനെ അറിയണം. ദാറ്റ്സ് ദ ഗുഡ് ന്യൂസ് അല്ലേ? നിത്യ ജീവൻ സൗജന്യമായി തന്നത് കരസ്ഥമാക്കണം. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന പോലെ സോദോം ഗോമറ ഭസ്മീകരിച്ച് ചുട്ട് കരിഞ്ഞ് ഇന്ന് ഒരു ചത്ത കടലായി അവിടെ കിടക്കുമ്പോൾ മാനവരാശിക്കൊരു വലിയ പാഠമായി ദൈവം മുന്നിൽ എഴുതിയിരിക്കുകയാണ്. അത് ഇസ്രയേലിൻ്റെ മധ്യഭാഗമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യത്തിൽ വരുന്നവരെല്ലാം പോയി കുളിക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരു പ്രതലമാണ് ഈ സോദോം ഗോമറ ആയിരുന്ന ചാവുകടൽ. പക്ഷേ അവരത് കാണുമ്പോൾ ഈ സത്യങ്ങളും മറന്നു പോവുകയാണ്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ ഈ ഭാഗമാണ് ഓർത്തത്. ദൈവമേ, നീതി വച്ചിരിക്കുന്നത് ഒരു ദൃഷ്ടാന്തമായിട്ടാണല്ലോ, സെറ്റ് ആസ് ആൻ എക്സാമ്പിൾ. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? അതെനിക്ക് തോന്നുന്നത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രവചന സത്യങ്ങൾ ഏത് നൂറ്റാണ്ടിലുള്ള ദൈവികമായ സത്യങ്ങൾ നിവൃത്തിയിലേക്ക് വരുന്നു എന്നുള്ളത് അറിയണം. ഒപ്പം വാസ്തവത്തിൽ ഈ ഗൗരവം, അതായത് തെറ്റിന് ശിക്ഷയുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ജീവിക്കുന്നവർക്കുണ്ടല്ലോ നിയമാവലികൾ. എന്തിനാണ് നിയമാവലികൾ? നിയമം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കുന്നതിനുള്ളതായിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് നിയമം എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്, ദൈവിക നിയമങ്ങളുണ്ട്. ആ ദൈവിക നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അനുസരിച്ചില്ലെങ്കിൽ ആ ദൈവിക നിയമങ്ങൾക്ക് നേരെ നമ്മൾ ചിരിച്ചാൽ, അത് പരിഹസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ചിരിച്ചു തള്ളി മാറ്റാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ദൈവിക പ്രമാണങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം, തിരസ്കരിക്കുന്നവർക്ക് ശിക്ഷ, അല്ലേ? യെസ്. അത് മനസ്സിലാക്കി ഏത് സയൻസ് യുഗത്തിൽ ജീവിക്കുന്ന തലമുറയാണെങ്കിലും നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ അറിയാം. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി വന്ന മശിഹായെ മനസ്സിലാക്കുവാൻ, സമാധാന പ്രഭുവിനെ അംഗീകരിക്കുവാൻ, കർത്താവെ അവിടുന്ന് ക്രൂശിൽ മരിച്ചത് രക്തസാക്ഷി മരണമല്ല, ഒരു അപകട മരണമല്ല, ഒരു ത്യാഗീ മരണമല്ല, ഒരു വിപ്ലവകാരിയുടെ മരണമല്ല, പിന്നെയോ എൻ്റെയും ഇസ്രായേലിൻ്റെയും മാത്രമല്ല എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള ഒരു മരണമായിരുന്നു ആ മശിഹായുടെ മരണം എന്നുള്ളത് വിശ്വസിച്ച് അംഗീകരിച്ച്, ആ മശിഹ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ നേരെ കൈ നീട്ടുന്നു, എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് ആഹ്വാനം നൽകുന്നു. അങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കുന്ന നല്ല കർത്താവ് ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഹൃദയത്തിന് ഈ ടെമ്പററി പ്ലഷേഴ്സിനേക്കാൾ ഇറ്റേണൽ പ്ലഷേഴ്സ്, നിത്യമായ ശാന്തിയും സമാധാനം തരുവാനായിട്ട് പ്രചോദനം നൽകുന്ന കർത്താവ് ജീവിക്കുന്നു, നിങ്ങളെ വിടിക്കുന്നു. ജീവനും ജീവിതവും അവിടുന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. അതിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചാ പരിപാടിയിൽ ഈ വക സത്യങ്ങളാണ് ലോകം മനസ്സിലാക്കേണ്ടത്. യെസ്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിലൊരു വ്യതിയാനം സംഭവിക്കുന്നില്ലെങ്കിൽ ബുദ്ധിയിലൊരു ഒരു 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 അറിവ് കൂട്ടുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് മറ്റു പ്രയോജനം ഉണ്ടാകും, ജീവിതത്തിനൊരു പ്രയോജനമില്ല, ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ശരിയായിട്ട് ഗ്രഹിക്കണം. ഒരു വ്യക്തിയെങ്കിലും ഇങ്ങനെയുള്ള പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ അവർ അവിടെ നിന്ന് തിരിച്ചു വരണം. ദൈവത്തോട് ഒരിക്കലും ആ പാപത്തിൽ തുടരുന്നവർക്ക് ഒരു ബന്ധമുണ്ടാകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. അതിൻ്റെ പേരാണ് മാനസാന്തരം. മനം തിരിയണം, അത് ഉപേക്ഷിക്കണം. എന്നാൽ അങ്ങനെ തിരിഞ്ഞു വന്നാൽ അവരെ രണ്ട് കരങ്ങൾ കൊണ്ടും
ആലിംഗനം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം അവരെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ പ്രവചന പഠനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ സങ്കീർത്തനത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നൊരു ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ വലതുഭാഗത്ത് എന്നും സന്തോഷവും അങ്ങയുടെ സന്നിധിയിൽ സമാധാനവും ഉണ്ട്, പ്രമോദങ്ങളുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക സുഖത്തേക്കാൾ ദൈവസന്നിധിയിലെ സന്തോഷം അത് നമ്മുടെ ഒരു സമ്പത്താണ് അല്ലേ? ബ്രദർ അത് പറഞ്ഞപ്പോൾ ഞാൻ ഉത്തമഗീതത്തിലൊരു ഭാഗം ഓർത്തുപോയി. എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കാണ്, പഴയ നിയമത്തിലെ ഒരു പുസ്തകം അല്ലേ, ബൈബിളിലെ ഏക ഗീതം, അത് ഉത്തമഗീതം. അതുകൊണ്ട് അതിന് സോങ് ഓഫ് സോങ്സ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഓക്കെ. അവിടെ എടുത്തു പറയുന്നുണ്ട്, അതായത് കർത്താവിനെ സ്നേഹിക്കുന്ന കന്യകമാരുണ്ട്. എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. അതിൻ്റെ 2-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിൻ്റെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാണ്. ഫോർ യുവർ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. ലോകം തരുന്ന ഏറ്റവും അഭികാമ്യമായ ഉത്തേജിപ്പിക്കുന്ന വസ്തുവാണ് വൈൻ. ഇവിടെ കർത്താവിനെ കണ്ടെത്തിയ ശൂന്യമി പറയുകയാണ്, യുവർ ലവ് ഈസ് ബെറ്റർ ദാൻ വൈൻ. ഓക്കെ. നിന്റെ സ്നേഹം വീഞ്ഞിലും രസകരമാണ്. ലോകം കൊടുക്കുന്ന മറ്റേത് ഇമ്പങ്ങളെക്കാളും അഡിക്ഷൻ, ഓരോരോ കാര്യങ്ങൾക്ക് അഡിക്ഷൻ പ്രോബ്ലത്തിലേക്ക് കാലുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ദൈവസന്നിധിയിൽ ദൈവം സമ്മാനിക്കുന്ന സന്തോഷം, സമാധാനം, അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിന് പോംവഴികളുണ്ട്. അതാണ് സത്യമായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവാണ് ആ സുവിശേഷം. അവിടുന്ന് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം, ആ കർത്താവാണ് സഭയുടെ ദൈവം, ആ കർത്താവാണ് സകല ഭൂമിയുടെയും ദൈവം. ആ ദൈവത്തെങ്കിലേക്ക് ഒരു മടങ്ങിവരവിന് ഈ ചിന്തകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ.